അസ്സലാമു അലൈക്കും. അബ്ദുൽ ഖാസറോടാണ്. സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിൻ്റെ പുതിയൊരു തലമുറ വളർന്നു വരുമ്പോൾ നമ്മുടെ രാജ്യത്തു നിന്ന് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ രൂപത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ വേണ്ടി ബഹുമാനിക്കപ്പെടുന്ന നമ്മുടെ ഭാരത നാടിൻ്റെ പല മുക്കിലും മൂലയിലും പല പ്രദേശത്തു നിന്നും ഓരോ സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് നമ്മളെ ഭാവി തലമുറക്ക് പഠിക്കാനുള്ളതായി ആവണമെന്നല്ലേ നമ്മൾക്ക് ഉദ്ദേശിക്കാറ്. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ ചരിത്രമൊക്കെ ഇങ്ങനെ നിറമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വരും തലമുറകളുടെ ആശങ്കയാണ് ഇപ്പോൾ നമ്മളിപ്പോഴത്തെ ആൾക്കൊക്കെ ഉള്ളത്. ഇവർ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ഭക്ഷണം കഴിക്കലും വസ്ത്രം ധരിക്കലും പ്രാർത്ഥനയും അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതിനൊക്കെ അടിച്ചുകൊല്ലലും എല്ലാം കഴിഞ്ഞു. ഇപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ലോകത്തിൽ ആരും പറയാത്ത മറ്റൊരു കാര്യം, രക്തം. മുസ്ലിംസിൻ്റെ രക്തം വേണ്ട, കയറ്റാൻ വേണ്ടിയിട്ട് ഹിന്ദുവിന് സ്വീകരിക്കാൻ പറ്റില്ല. ഞാനൊരു വാർത്ത കൂടെ ആദ്യം വായിക്കുകയാണ്. കുറച്ച് നാൾ മുമ്പ് നടന്നാണെങ്കിൽ എനിക്ക് നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു മനസ്സിന് വിഷമമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്നില്ല. എന്നാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പം മുൻപോട്ട് കേൾക്കുന്ന നമ്മളെ വളർച്ചയുടെ യാത്ര അത് അറിയിരിക്കുന്നത് നല്ലതല്ലേ, പറയുമ്പോൾ അറിയലും കേൾക്കലൊക്കെ. ഭോപ്പാലിൻ്റെ സംഭവം, മധ്യപ്രദേശിലെ സർക്കാർ ആശുപത്രിയിൽ രക്തം നൽകാനെത്തിയ മുസ്ലിം യുവാവിനെ തിരിച്ചയച്ച അധികൃതർ ഹിന്ദു വിഭാഗത്തിലുള്ള രോഗിക്ക് രക്തം നൽകാനെത്തിയ യുവാവിനെയാണ് മുസ്ലിം രക്തം സ്വീകരിക്കാനാകില്ലെന്ന ആശുപത്രി അധികൃതരുടെ നിലപാട് മൂലം തിരിച്ചയച്ചത്. രോഗിയായ അമ്മക്ക് രക്തം നൽകാനായി മുസ്ലിം യുവാവായ സുഹൃത്തുമായി മധ്യപ്രദേശിലെ പന്ന ആശുപത്രിയിലെത്തിയ പവൻ സോങ്കറിനോടാണ് ആശുപത്രി ജീവനക്കാരൻ മുസ്ലിം രക്തം സ്വീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയത്. രക്തം സ്വീകരിക്കുന്നതിൽ തനിക്കോ അമ്മക്കോ പ്രശ്നമില്ലെന്നിരിക്കെ എന്തിനാണ് നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പവൻ സോങ്കർ ചോദിച്ചെങ്കിലും ഹിന്ദുവിന് മുസ്ലിം രക്തം നൽകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു ജീവനക്കാരൻ. ഹിന്ദുവിന് മുസ്ലിം രക്തം നൽകിയാൽ തങ്ങളുടെ ജോലി പോകുമെന്നാണ് ജീവനക്കാരൻ്റെ മറുപടി. ഇരുവരും സംസാരിക്കുന്ന ഓഡിയോ വീഡിയോ സന്ദേശങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ഇത് കുറച്ച് ദിവസം മുമ്പാണ് സംഭവം നടന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് ഇങ്ങോട്ട്. കാരണം രക്തം എന്ന് പറഞ്ഞാൽ പടച്ചവന് മനുഷ്യരെ എല്ലാവരും ഒരേപോലെ തന്നെയാണ് കാണുന്നത്. എല്ലാവരുടെയും രക്തം ഒരേ കളറാണ്, എല്ലാവരുടെയും ചുവപ്പ് കളറാണ് സഹോദരന്മാരെ. ആ രക്തത്തിന് പോലും സ്വീകരിക്കുന്നതിൽ നിന്ന് മുസ്ലിം എന്നുള്ള പേര് കാണുമ്പോൾ അവിടെ പോലും വർഗീയം കാണിക്കുമ്പം നമ്മുടെ രാജ്യം എവിടത്തേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. കാരണം സുഹൃത്തായ ഒരു ഹിന്ദു സഹോദരൻ്റെ അമ്മക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ ഒരു മുസ്ലിം സഹോദരന് രക്തം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുമ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിലെ ജീവനക്കാർ പറഞ്ഞ മറുപടി കൊടുത്താൽ നമ്മളെ ജോലി പോകും. അപ്പോൾ ഇതൊരു വ്യക്തികളല്ല എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം തന്നെ. ഒന്നാമത് ഇത് വ്യക്തികളല്ല, ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെ അങ്ങനെ നിയമം പാസ്സാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളിലേക്ക് അകത്ത് ഒരു അജണ്ട അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടത്. അല്ലെങ്കിൽ രക്തമെന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്ന അത് ഓ പോസിറ്റീവ് അങ്ങനെ ബി പോസിറ്റീവ് അങ്ങനെ ഓരോരോ ഇതുണ്ടാവും ഗ്രൂപ്പായിട്ട്. എന്നാൽ അത് രക്തത്തിൻ്റെ പടച്ചവൻ പോലും വേറിട്ടിട്ട് കാണിച്ചിട്ടില്ലായിരിക്കും. കാരണം മനുഷ്യൻ ഒന്ന് എന്നാണ് പടച്ചവനോട് പറഞ്ഞത്. വിശ്വാസം പലതാണ് കേട്ടു. അങ്ങനത്തെ അടുത്ത് പോലും ഇന്ന് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രക്തം കൊടുക്കുന്നതിന് പോലും ഞങ്ങളുടെ നാട്ടിലൊക്കെ മുസ്ലിങ്ങളൊക്കെ എന്തിനും രക്തം കൊടുക്കുന്ന ആളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരൊക്കെ പോയിട്ട് രക്തം ദാനം ചെയ്യുന്ന ആളൊക്കെ ഉണ്ട്. രക്തം കൊടുക്കാനായിട്ട് മുസ്ലിം കുട്ടികൾ ക്ലബിൽ നിന്ന് പ്രത്യേകിച്ച് ഡിഗ്രി സ്റ്റാർസ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് ബാംഗ്ലൂർ പോയിട്ട് വരെ രക്തം കൊടുക്കുന്ന ആളുകൾക്കാണ് വേണ്ടി. ഇതെല്ലാവർക്കും നാട്ടുകാർക്ക് അറിയുന്ന കാര്യമാണ്, മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ തരത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഈ വീഡിയോ ഉണ്ടാക്കാൻ തോന്നിപ്പോകുന്നതാണ്. കാരണം രക്തത്തിനെ പോലും വേണ്ട എന്ന് പറയുമ്പോൾ രക്തത്തിനെ കയറ്റുന്നതിന് പോലും ഒരു മനുഷ്യൻ്റെ മുകളിൽ വർഗീയം കാണുമ്പോൾ ഈ മുസ്ലിം സമുദായം എന്തിവിടെ പിഴച്ചു എന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല, ലോകത്ത് ഒരാളും ചെയ്യാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ. എന്തുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ബുദ്ധിജീവികളെ ചില ആളുകളും ശബ്ദം ഉയർത്താത്തത് എന്നതാണ്. നമ്മളെപ്പോലത്തെ ആൾ പറഞ്ഞുകൊണ്ട് നടക്കില്ല. ഒരുപാട് ബഹുമാനിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും പിന്നെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് മുഖ്യമന്ത്രിമാരും അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട്. അവരൊക്കെയാണ് ഇതിനൊക്കെ ചർച്ച ചെയ്യേണ്ടതും പരിഹാരം കാണുന്നത്. ഇതിങ്ങനെ പോകുമ്പോൾ എന്നെ വരും തലമുറക്ക് എന്താണ് ഇവിടെ ആദ്യം പറഞ്ഞ പോലെ സന്ദേശം കിട്ടുന്നത്? ഇതൊക്കെ വളരുന്ന തലമുറ വെറും ഹിന്ദു വേറെ മുസ്ലിം വേറെ എന്നുള്ള വികാരത്തിൽ പോയിട്ട് അവസാനം ഇങ്ങനെ കുറേ കാലം കഴിയുന്ന സമയത്ത് ഇതൊക്കെ ഒരു തിരിച്ചടിയെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കലാപങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എപ്പോഴും തമ്മിൽ കൊന്നു തള്ളുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് വന്ന് വഹിക്കൂലേ? ഇത് അവിടത്തേക്കല്ലേ കൊന്നുള്ളത്. കാരണം ഇന്നിപ്പോൾ
ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ലോകത്തിൽ കാണാത്ത പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഭക്ഷണം ബീഫ് കഴിച്ചാൽ അടിച്ചു കൊല്ലുന്ന ഒരു രാജ്യം. എല്ലാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബീഫ് കഴിക്കുന്നതിന് അടിച്ചു കൊല്ലുന്ന മുസ്ലിങ്ങളാണെങ്കിലും അവരെ അടിച്ചിട്ട് കൊല്ലുന്ന രാജ്യമായിട്ട് മാറി നമ്മൾ ഇന്ത്യ. അതുപോലെ തന്നെ നമസ്കരിക്കുമ്പോഴും അടിച്ചു കൊല്ലുന്നതും തൊഴുത്ത് നിന്നും ആക്രമിക്കപ്പെടുന്നതും പള്ളി തീർക്കുന്ന രാജ്യമായിട്ട് നമ്മുടെ നാട് മാറിയപ്പോൾ തലയിൽ തട്ടോടുന്നുണ്ടെങ്കിൽ അത് വർഗീയവൽക്കരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പിന്നിൽ കലാപുണ്ടാക്കുന്ന നാടായിട്ട് മാറി. അതുപോലെ തന്നെ പള്ളി മദ്രസ ഇങ്ങനെയൊക്കെ തകർക്കുന്ന രാജ്യം. ബീഫാണെങ്കിലോ ബീഫ് ഇവിടെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ബീഫിൻ്റെ കച്ചവടം ചെയ്യുന്നത് പോലും കയറ്റുമതി ചെയ്യുന്നത് പോലും RSകാരും BJPക്കാരും നേതൃത്വം കൊടുക്കുന്ന അൽക്കബീർ എന്നൊക്കെ പറഞ്ഞ കമ്പനി തലപ്പത്തിലുണ്ട്. അവരാരും കയറ്റി വെക്കുന്ന പ്രശ്നമല്ല, മുസ്ലിങ്ങളെ ഇതുപോലെ ചെയ്തിട്ട് ആക്രമിച്ചിട്ട് അടിച്ചിട്ട് കൊല്ലുമ്പോൾ ഇവിടെ നിയമങ്ങളോ അല്ലെങ്കിൽ നീതിപീഠങ്ങളോ ഇതുപോലെ അറുതി വരുത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ എവിടെ എത്തി? രക്തത്തിലേക്ക് എത്തി. രക്തം ഒരു മനുഷ്യൻ്റെ രക്തം കയറ്റുന്നതിൽ പോലും വർഗീയം കാണുന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ നാട് എവിടത്തേക്ക് പോകുന്നുള്ളത് നമുക്ക് ഉള്ള ആശങ്ക സഹോദരന്മാരെ. നമ്മൾ എന്തിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടത്? എന്താണ് ചിന്തിക്കേണ്ടത്? ഒരു മുസ്ലിം ഒരു ഹിന്ദുവിന് ഒരു മുസ്ലിം അപ്പുറപ്പുറം ആരെ രക്തം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് എത്തിയാൽ എവിടെ എത്തി നമ്മുടെ രാജ്യം? എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പറയും എല്ലാം നമ്മളെ കണ്ടിട്ട് പഠിക്കണം. എന്താണ് നമ്മളെ കണ്ടിട്ട് ഇന്നത്തെ അടുത്ത കാലത്തുള്ള ഇന്ത്യനെ കണ്ടിട്ട് ലോകം പഠിക്കേണ്ടത്? നമ്മൾ എന്താണ് ലോകത്തിന് സന്ദേശം കൊടുക്കുന്നുള്ളത്? ലോകം ഇങ്ങോട്ട് പറയാതെ നിങ്ങൾ ഇതിനകത്ത് ഭക്ഷണം കഴിക്കുന്നവരെ അടിച്ചു കൊല്ലുന്നു, നിങ്ങൾ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ അടിച്ചു കൊല്ലുന്നു, നിങ്ങൾ എന്തിനാ അവരുടെ ഭവനങ്ങൾ തകർക്കുന്നു, നിങ്ങൾ എന്തിനാണ് അവരെ തലക്ക് തട്ടമുത്തതിന് വേണ്ടി ആക്രമിക്കുന്നത്, നിങ്ങൾ എന്തിനാ അവരുടെ ഭക്ഷണം കഴിക്കുന്നതിനെ ആക്രമിക്കുന്നു, നിങ്ങൾ എന്തിനാ അവരെ ആരാധിക്കുന്നതിനെ ദ്രോഹിക്കുന്നു. ഇങ്ങനെ മറ്റുള്ള കുറേ ലോകം പോലും ഇന്ന് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. സ്വതന്ത്രം വന്ന രാജ്യത്ത് എന്താണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ഈ ചെയ്യുന്നവർ തന്നെയാണ് പറയുന്നത് നമ്മളെ കണ്ടിട്ട് ലോകം പഠിക്കണമെന്ന്. എല്ലാ സഹോദരന്മാരും ലോകത്ത് ആരെങ്കിലും ഭക്ഷണത്തിൻ്റെ പേരിൽ ആരെങ്കിലും അടിച്ചു കൊല്ലാറുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ ആരെങ്കിലും അടിച്ചു കൊല്ലാറുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ തെറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് അവൻ്റെ വീടും ഭവനങ്ങളും അവൻ്റെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടിച്ചു വളർത്തുന്ന ലോകത്തെ എവിടെ നമ്മൾ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ജീവിക്കുന്നതിൻ്റെ പേരിൽ അവന് നമസ്കരിക്കുന്നതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുന്ന ഒരു രാജ്യം നമുക്ക് ഇന്ത്യയിലാതെ കണ്ട് വേറെ എവിടെയുണ്ട് സഹോദരന്മാരെ? എവിടെയെങ്കിലും രക്തം വേണ്ടെന്ന് പറയുന്ന രാജ്യം കണ്ടിട്ടുണ്ടോ? മുസ്ലിംസിൻ്റെ രക്തം വേണ്ടെന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുലകുടി ബന്ധം പോലും ഇസ്ലാം അനുവദിച്ചിട്ട് മുല കുടിക്കുന്നത് പോലും അതുപോലെ ഹിന്ദു എന്ന് പറയാറുണ്ട്. ഒരു ഹിന്ദുവിൻ്റെ മുലകുടി ബന്ധം 3 പ്രാവശ്യം ഒരു കുട്ടി വേണമെന്നത്ര കുടിച്ചിട്ട് സ്വന്തം കുട്ടി മതിയാക്കിയാൽ ആ കുട്ടീൻ്റെ അമ്മയായി നടന്നത് ഞങ്ങളെ. അത്രയും മുലകുടി ബന്ധത്തിനും രക്തത്തിനൊക്കെ അത്ര വലിയ ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത് നമ്മളാണ്. നമ്മൾക്ക് രക്തമായിട്ട് ബന്ധം നമ്മൾ ഏതെങ്കിലും മുസ്ലിം പറയും ഒരു ഹിന്ദുവിൻ്റെ രക്തം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പറയാറില്ല. ഇതൊക്കെ നടക്കുമ്പോൾ പോലും നമ്മുടെ നാട്ടിൽ നീതിപീഠങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിജീവികളോ ആരും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊക്കെ കണ്ടിച്ച് എന്ത് പഠിക്കാൻ? മറ്റൊരു സമയത്ത് കാര്യങ്ങളൊക്കെ പറയാനുള്ളത് സഹോദരന്മാരെ, നമ്മളെ വലിയ ഗുജറാത്തിലത്തെ കലാപം കഴിഞ്ഞില്ല, അതിന് 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം അവിടെ ആ കലാപത്തിന് മുസ്ലിങ്ങളെ തുടച്ചു നീക്കണമെന്ന് പറഞ്ഞുള്ള കലാപമായിരുന്നു. അതിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞ ശേഷം അവിടെ വലിയൊരു പ്രശ്നം വന്നു. ഭൂമികളൊക്കെ വെള്ളപ്പൊക്കത്തിലായിട്ട് ഭയങ്കരം ഒരുപാട് ജനങ്ങൾക്ക് രക്തം കിട്ടേണ്ടി വന്നു. അവിടെ മുസ്ലിങ്ങളെ തുടച്ചു നീക്കണം എന്ന് പറഞ്ഞ ആ നാട്ടിൽ ലാസ്റ്റ് മുസ്ലിങ്ങൾ യുവാക്കളാണ് അവിടെ ക്യൂ നിന്ന് രക്തം കൊടുക്കാൻ. ആ മുസ്ലിങ്ങളുടെ രക്തം സ്വീകരിക്കപ്പെടേണ്ടി വന്നവർക്ക് ലാസ്റ്റ് സ്വീകരിച്ചിട്ട് അതിനുശേഷം അവർ പറഞ്ഞത് എന്നെ മുസ്ലിങ്ങളെ നമ്മൾ ആക്രമിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? മുസ്ലിങ്ങളെ തുടച്ചു നീക്കണമെന്ന് പറഞ്ഞ നാട് ഗുജറാത്ത്. ആ നാട്ടിൽ 2000 വലിയ കലാപമുണ്ടല്ലോ, ഗുജറാത്തിൻ്റെ വലിയ കലാപമുണ്ടല്ലോ, ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ചുട്ടുകൊന്നത്. ആ കലാപത്തിന് ശേഷം 2 കൊല്ലം കഴിയുമ്പോൾ വലിയൊരു ഭൂമികൾക്കോ പ്രളയം തുടങ്ങി വലിയ ഒരുപാട് ജനങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ട് രക്തമില്ലാതെ വലിയ പ്രശ്നമായിട്ടുണ്ട്. ആ സമയത്ത് മുസ്ലിങ്ങൾ നമ്മൾ പത്രത്തിൽ വായിച്ചാണ് മുസ്ലിം യുവാക്കളിൽ ക്യൂ നിൽക്കുന്നത് രക്തം കൊടുക്കാൻ. ആ രക്തം അവർ സ്വീകരിച്ചു. അതിനുശേഷം അവർ പറഞ്ഞത് മുസ്ലിങ്ങൾ നമ്മൾ സഹോദരന്മാരാണ്, അവരെ മുന്നിൽ ചെയ്യാൻ പാടില്ല. അപ്പം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഈ നാട്ടിൽ അങ്ങനെ തന്നെ ഒരു സംഭവം വരണോ എന്നങ്ങനെ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് തോന്നിപ്പോകുന്നത്. അപ്പോൾ പടച്ചവൻ ഇതെല്ലാം കാണുന്നുണ്ട്. നമുക്ക് അത്രേ പറയാനുള്ളൂ. ഇതെല്ലാം പടച്ചവൻ കാണുന്നുണ്ട്. ആരെങ്കിലും ദ്രോഹിച്ചിട്ടോ ആക്രമിച്ചിട്ടോ ആരെങ്കിലും പരാജയപ്പെടുത്താൻ പറ്റും എന്ന് തോന്നിപ്പോയാൽ അത് ഏറ്റവും വലിയ വിട്ടിത്തത്. കാരണം ലോകചരിത്രത്തിന് ആരെങ്കിലും അനാവശ്യം ദ്രോഹിച്ചിട്ട് പരാജയപ്പെടുത്തണമെന്ന് ആരൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അവരും രാജ്യമൊക്കെ തകർന്ന ചരിത്രം ലോകചരിത്രത്തിൽ എഴുതുന്നതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഉണർന്നാണ്. സഹോദരന്മാരുടെ സ്നേഹം വേണം, ഏകോദര സഹോദരങ്ങൾ പോലെ ജീവിക്കണം. പ്രത്യേകിച്ച് എനിക്ക് മുന്നേ പറയാനുള്ള അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കാരണം ഒരു മുസ്ലിമായി അല്ലാഹു തആല എന്നെ പടച്ചല്ലോ എന്ന് ഉള്ളതിൽ ഞാൻ വളരെ കൂടുതൽ. കാരണം നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ് ഇവരൊക്കെ പറയുന്നത്. ഏതായാലും മനസ്സിന് വിഷമം കൊണ്ട് പറഞ്ഞു എന്നുള്ള സഹോദരന്മാരെ കേൾക്കുന്ന സഹോദരന്മാരും ചിന്തിക്കണം, എന്താണ് എവിടത്തേക്ക് നമ്മുടെ നാട് പോകും. ഇതിനൊക്കെ പ്രതിരോധം എതിർക്കുകയും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യണം. അതാണ് രാജ്യത്തിൻ്റെ സ്നേഹികളും മനുഷ്യനെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞതിന് തെറ്റുവിട്ടാണ് ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ എല്ലാവർക്കും ചെയ്യുന്നത്.
നമ്മുടെ രാജ്യത്ത് ശാന്തി സമാധാനം ഉണ്ടാകുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടി ജയ് ഭാരത് ജയ് ഹിന്ദ്.